വിശുദ്ധ ഖുർആൻ വിവരണം അധ്യായം 24 സൂക്തം 61. അന്ധനോ മുടന്തനോ രോഗിക്കോ ആരുടെ വീട്ടിൽ നിന്നും ഭക്ഷിക്കുന്നതിൽ യാതൊരു തെറ്റുമില്ല. നിങ്ങൾക്കും മറ്റുള്ളവരുടെ വീടുകളിൽ നിന്നും ഭക്ഷിക്കുന്നതിൽ തെറ്റില്ല. സ്വന്തം വീടിൽ നിന്നോ പിതാക്കൾ, മാതാക്കൾ, സഹോദരന്മാർ, സഹോദരിമാർ, പിതൃ സഹോദരന്മാർ, അമ്മായിമാർ, അമ്മാവന്മാർ, മാതൃ സഹോദരികൾ എന്നിവരുടെ വീടുകളിൽ നിന്നും ഭക്ഷണം കഴിക്കുന്നതിൽ യാതൊരു തെറ്റുമില്ല. അതേപോലെ നിങ്ങളുടെ ഉത്തരവാദിത്തത്തിലുള്ള വീടുകൾ, സ്നേഹിതന്മാരുടെ വീടുകൾ, അവിടെ നിന്നൊക്കെ ഭക്ഷണം കഴിക്കാം. ഒന്നിച്ചോ വെവ്വേറെയോ കഴിക്കുന്നതിൽ തെറ്റില്ല. വീടുകളിൽ പ്രവേശിക്കുമ്പോൾ ദൈവത്തിൽ നിന്നുള്ള അനുഗ്രഹീതവും പരിശുദ്ധവുമായ അഭിവാദനം എന്ന നിലക്ക് നിങ്ങൾ സലാം പറയണം. ഇപ്രകാരം നിങ്ങൾക്ക് ദൈവം അവൻ്റെ ആയത്തുകൾ, വേദസൂക്തങ്ങളൊക്കെ വിവരിച്ചു തരികയാണ്. നിങ്ങൾ ചിന്തിച്ച് പ്രവർത്തിക്കുന്നതിന് വേണ്ടിയാണത്, ചിന്തിച്ച് ഗ്രഹിക്കുന്നതിന് വേണ്ടിയാണ്. ഈ സൂക്തം അവതരിക്കാനൊരു കാരണമുണ്ട്. അതായത് നിങ്ങളുടെ ധനം, നിങ്ങളുടെ മുതൽ പരസ്പരം അന്യായമായി ഭക്ഷിക്കരുത് എന്ന സൂക്തം അവതരിച്ചപ്പോൾ പലരും മറ്റുള്ളവരുടെ വീടുകളിൽ നിന്ന് ഭക്ഷണം കഴിക്കുന്നത് നല്ലതല്ല എന്ന് ധരിച്ചു വശായി. അത് തെറ്റാണെന്നുള്ള ധാരണ വന്നു. അത് തിരുത്തുകയാണ് ഇവിടെ. അംഗവൈകല്യമുള്ളവർ, അംഗപരിമിതിയുള്ളവർ എന്നിവർക്കൊക്കെ ആരുടെ വീട്ടിൽ നിന്നും ഭക്ഷണം കഴിക്കാനായി ക്ഷണിക്കപ്പെട്ടാൽ അത് സ്വീകരിക്കാം. അവരെ ഭക്ഷണം കഴിക്കാനായി ക്ഷണിക്കുന്നതിലോ അവർക്ക് ആ ക്ഷണം സ്വീകരിക്കുന്നതിലോ യാതൊരു ശങ്കയും വേണ്ടതില്ല. പിന്നെ ഇവിടെ എടുത്തു പറഞ്ഞ മറ്റ് കുറേ ബന്ധുക്കളുടെ കാര്യങ്ങളാണ്. ബന്ധുക്കളുടെ വീടുകളിൽ നിന്ന് ഭക്ഷണം കഴിക്കുന്നത് സ്വന്തം വീടുകളിൽ നിന്നും ഭക്ഷിക്കുന്നത് പോലെ തന്നെയാണ്. അതിൽ ആരും വിസമ്മതം പ്രകടിപ്പിക്കേണ്ടതില്ല. വീട്ടുകാരൻ അവിടെ ഇല്ലെങ്കിൽ വീട്ടുകാരൻ്റെ ഭാര്യയും മക്കളും നിങ്ങളെ ഭക്ഷണം കഴിക്കാൻ ക്ഷണിച്ചാൽ അത് നിരസിക്കേണ്ടതില്ല, അവിടെ നിന്ന് ഭക്ഷിക്കാവുന്നതാണ്. അതുപോലെ ആത്മസുഹൃത്തുക്കളുടെ വീടുകളിൽ നിന്നും ഭക്ഷണം കഴിക്കാൻ നിർബന്ധിച്ചാൽ കഴിക്കാം. അഥവാ ബന്ധുമിത്രാദികളുടെ വീടുകളിൽ നിന്ന് ഭക്ഷണം കഴിക്കുന്നതിൽ യാതൊരു തെറ്റുമില്ല, അത് മോശമായി കരുതേണ്ടതില്ല എന്നാണ് ഈ സൂക്തങ്ങളിലൂടെ വ്യക്തമാക്കുന്നത്. ചിലർ എത്ര നിർബന്ധിച്ചാലും പച്ചവെള്ളം പോലും കുടിക്കുകയില്ല. അത്തരം മനോഭാവങ്ങൾ നല്ലതല്ല. എന്നു മാത്രമല്ല, അവരുമായി ഒരുമിച്ചിരുന്ന് ഭക്ഷിക്കുന്നതിലൂടെ ബന്ധങ്ങൾ കൂടുതൽ സുദൃഢമാവുകയുള്ളൂ. അപ്പോൾ അത്തരം അവസരങ്ങൾ പാഴാക്കരുത് എന്നാണ് ഇവിടെ ഉണർത്തുന്നത്. അതുപോലെ പ്രത്യേകം എടുത്തു പറഞ്ഞൊരു കാര്യം, നിങ്ങൾ ഒന്നിച്ചോ വെവ്വേറെയോ ഭക്ഷിക്കുന്നതിനും തെറ്റില്ല എന്നാണ്. ഇപ്പോൾ ചില വിവാഹസദ്യകളിലോ അല്ലെങ്കിൽ യാത്ര പോകുമ്പോഴോ ഒക്കെ, അല്ലെങ്കിൽ സ്വന്തം വീട്ടിലായെങ്കിൽ തന്നെയും ചിലപ്പോൾ ഒറ്റക്കും കൂട്ടായൊക്കെ ഭക്ഷണം കഴിക്കേണ്ടി വരുമല്ലോ. അപ്പോൾ അതിൽ തെറ്റില്ല. ഓരോരുത്തരുടെ സൗകര്യം പോലെയൊക്കെ ചെയ്യാം എന്നർത്ഥം.